Udala Bashandara Bashandarabe, Udala Duragadiga Siandara Bashandaraba, Udala Gadu Digade Digala Manaka Regade, Udara Duragadiga Siandara Bashandaraba, Alpha and Omega Pa Baru Karadana Loki Malekala, Ishikris in the Namatila Panga, the Father Verde, Karanaver in the Kartave, Apa Digalang Studikin, Bahata Pedit in the Pang, Studikin, and thank you Jesus for this Rehoboth supernatural miracle Google Prime meeting. Alpha and Omega, the beginning and the end, we praise you. The beginning of the creation of God, the first and the last, we praise you. Ego says, oh Rico, I am with the last, I praise you. The Lord who is and who was, the Lord who says, I am who I am, the Lord who is to come, we praise you, the Most High God. The one who is exalted above the heavens, we praise you, Papa. Hallelujah. Oh, Ramana Shakala Barita Karasia. Fairest Lord, we praise you, the most upright God, Son of righteousness, righteous and upright God. Papa, you are our deliverer. Papa, you are our refuge. Daddy, you are our shield. You are a fortress. You are stronghold. You are our very present help, Daddy. Oh, Rikala Brasiko Rasia. You are our hope of salvation, Papa. In Allah. രാത്രിക്കായ എന്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഓ രാമ ശകരബ കർത്താവേ, ഇന്നത്തെ മീറ്റിങ്ങിനെ അപ്പന്റെ പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത്രത്തോളം അങ്ങ് നടത്തിയല്ലോ, അങ്ങ് നടത്തിയ എല്ലാ കൃപകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. റീമാനബ ഷേകോ റസികാരലബ റികാലബ റസ്യാന്തരാരബ ശന്തരബ ഉഡാലഗതിഗസ്യ റികാരബസ്യ കർത്താവേ, ഇന്ന് കടന്നു വരുന്ന മക്കളെ എല്ലാം bless ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാ കുടുംബങ്ങളെ bless ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Let your glory touch everyone who is joining this meeting today. കർത്താവേ, ഞങ്ങളുടെ വചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങൾ ഇന്ന് രാത്രി ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ അഗ്നി ഞങ്ങളിൽ കത്തണമേ കർത്താവേ. ഓ രാമനീശേകോ റസികാരലബ അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഏത് പരീക്ഷയുടെ നടുവിലും ഹാരബാശേകോ ആഴമേറിയ വിശ്വാസത്തോടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവേ അപ്പാ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗികളായിട്ടുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓ വിശുദ്ധന്മാർക്കായി പ്രാർത്ഥിക്കുന്ന സഭയുടെ പാസ്റ്റേഴ്സിനായി ലീഡേഴ്സിനായി എല്ലാ വിശുദ്ധന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ റിഖാറബസ്യ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. ഓ രാമനാരബ ശകരബ കർത്താവേ, ഇന്ന് അത്ഭുത രാത്രിയാക്കി സ്വർഗത്തിലെ കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ആലലെ ബിബിൻ സെബാസ്റ്റ്യൻ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ അഭിഷിക്തരെ ഞങ്ങളുടെ നടുവിൽ അയച്ചതിനായി സ്തോത്രം. ആധാരബ ശിക്കോ രാമനാരബ കർത്താവിന്റെ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ അപ്പ ഒരുക്കണമേ ഡാരി, ഞങ്ങളുടെ ഹൃദയങ്ങളിലെ എല്ലാ ഭാരങ്ങളെയും എടുത്തു മാറ്റണമേ കർത്താവിന്റെ വചനം കേൾക്കാനായി. ഓ ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ, ഞങ്ങളുടെ ആത്മീയ ഹൃദയങ്ങൾ തുറക്കട്ടെ കർത്താവേ. ഓ രാമനാമ ശാന്തരം ആഴമേറിയ മുത്തുകൾ ഞങ്ങളുടെ സ്പിരിറ്റിൽ നിറങ്ങണമേ കർത്താവേ. ഞങ്ങളിൽ രൂപാന്തരം വരണമേ കർത്താവേ. അങ്ങ് ഞങ്ങളെ പണിയണമേ. ഓ രാമ ശിക്കോ റസിഖാരലബ റിന്യൂ ചെയ്യണമേ ഞങ്ങളുടെ മൈൻഡിനെ. ഓ ഞങ്ങളെ വളർത്തണമേ കർത്താവേ. ഞങ്ങൾ പണിയപ്പെടട്ടെ, ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ, ഞങ്ങൾ ക്രിസ്തുവിന്റെ തലയോളം വളരട്ടെ, ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആദ്യോടത്തെ കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതുവരെ രക്ഷയിലേക്ക് വരാത്ത ഞങ്ങൾ വചനം അറിയിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞാനും എന്റെ കുടുംബം സ്തുതിക്കും ആരാധിക്കും. ഓ ആദ്യോടത്തെ കർത്താവേ, എല്ലാ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങണമേ കർത്താവേ. ഓ പരിശുദ്ധാത്മാവ് മാത്രം ഇന്ന് രാത്രി ശുശ്രൂഷിക്കണമേ കർത്താവേ. ഒരു മനുഷ്യന്റെ ശബ്ദമല്ല കർത്താവേ. അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ, അങ്ങ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആദ്യോടത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം,
സകല പ്രാർത്ഥന യാചനയെ പറ്റിക്കിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കടന്നു വന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാട്ടുപാടി ദൈവം വചനത്തിലേക്ക് വേഗം കടക്കാം. നമ്മുടെ അഭിഷിക്തനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം ബന്ധങ്ങളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം ബന്ധങ്ങളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിച്ചിടാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ആ കാഹളനാദം കേൾക്കാൻ സമയമായി ദൈവമക്കളെ. ഹല്ലേലൂയ. റാപ്ചർ സംഭവിക്കാൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുന്ന വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ഉറപ്പിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത്. കുടാരക ശന്തരമേ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നു. നമ്മുടെ കാന്തൻ യേശു കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് മേഘങ്ങളിൽ വരുവാൻ സമയമായി. ഹല്ലേലൂയ. അതിനായി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായി ഒരുക്കുന്നു. ഞാൻ വേഗം വചനത്തിൽ കടക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം എസെക്കിയാ പ്രവചനം 37 അധ്യായത്തിന്റെ രണ്ട് വചനങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഒന്ന് എസെക്കിയേൽ പ്രവചനം 37 അധ്യായത്തിന്റെ 1-11 വാക്യങ്ങൾ. രണ്ടാമത്തേത് അതിന്റെ 47 അധ്യായത്തിൽ നിന്നുമായിരിക്കും. ഹല്ലേലൂയ. 37 അധ്യായത്തിന്റെ 1-11 വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. അതിന്റെ 11 വാക്യം ഇങ്ങനെ പറയുന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. നമുക്കറിയാം എസെക്കിയേൽ ഹല്ലേലൂയ ഒരു വലിയ പ്രവാചകനാണ്, പുരോഹിതനായിരുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ കർത്താവ് എസെക്കിയേൽ പ്രവാചകനിലൂടെ വലിയ മർമ്മങ്ങൾ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം ഒരു പ്രവചനത്തിന് ഹല്ലേലൂയ അതിനൊരു സിംബോളിക് മീനിങ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു സിംബോളിക് മീനിങ് ഉണ്ട്, ഒരു ഫിഗറേറ്റീവ് മീനിങ് ഉണ്ട്, ഒരു ലിറ്ററൽ മീനിങ് ഉണ്ട്. ഹല്ലേലൂയ. സിംബോളിക് മീനിങ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പിരിച്വൽ റിയാലിറ്റി ഉണ്ട്. നമ്മൾ കർത്താവിന്റെ ഏത് പ്രവചനം എടുത്താലും ഹല്ലേലൂയ അതിനൊരു സ്പിരിച്വൽ റിയാലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം ഫിഗറേറ്റീവ്. ദാറ്റ് മീൻസ് അതിനൊരു, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, ഞാൻ നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ചു. ഹല്ലേലൂയ എന്ന് കാണിക്കുന്നു. അവിടെ എന്താണ്? കർത്താവ് കഴുകൻ ചിറകൻ അടിയിൽ നമ്മളെ സൂക്ഷിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നു. അതാണ് ഫിഗറേറ്റീവ് മീനിങ് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഹല്ലേലൂയ.
ഇനി അതിനൊരു ലിറ്ററൽ മീനിങ് ഉണ്ട്. ഹല്ലേലൂയ. ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ റിയലി നമ്മളത് കാണുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു ദൂതൻ ഇറങ്ങി അശേരിയ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ദൈവം ഇറങ്ങിയാണ് അവിടെ യുദ്ധം ചെയ്തത്, അല്ലെ? അവിടെ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 ആൾക്കാരെ ഒരേ സമയത്ത് അവിടെ എന്താ പറയാ നിഗ്രഹിച്ചു, അല്ലെ? അപ്പം അത് ലിറ്ററലായിട്ട് നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ. അപ്പൊ 3 കാര്യങ്ങൾ ഒരു പ്രവചനത്തിനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ സംഭവം നടക്കുന്നത് ബാബേൽ പ്രവാസ കാലത്താണ്. ബാബേൽ പ്രവാസത്തിന്റെ ആദ്യ ഭാഗങ്ങൾ, അതിന്റെ ഏർലി സ്റ്റേജസിലാണ് ഇത് നടക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകൻ എവിടെയാണ് ഇരിക്കുന്നത്? കേബാർ നദീതീരത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ നദീതീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, ഈ ബാബിലോണിൽ ഇവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണ്. ഈ എസെക്കിയേൽ പ്രവാചകൻ ആദ്യം ജനിച്ചു വളർന്നപ്പോൾ തന്നെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരാളാണ്. പക്ഷെ സ്വർഗത്തിലെ കർത്താവ് എസെക്കിയേൽ പ്രവാചകനെ പ്രോഫറ്റാക്കി മാറ്റി. ഹല്ലേലൂയ. കർത്താവ് ഒരു വിഷൻ കൊടുക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് വിഷൻസും ഡ്രീംസും സ്വർഗത്തിലെ കർത്താവ് നമുക്ക് തരും, അല്ലെ? വെളിപ്പാടുകൾ നമുക്ക് തരും. പക്ഷെ നമ്മളെല്ലാം പറയുന്നത് ഇതെല്ലാം ഒന്നായിട്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. പക്ഷെ അതിന് ഒരു വ്യത്യാസമുണ്ട് ദൈവമക്കളെ. ഒരാള് അബോധാവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിൽ അയാളുടെ മനസ്സിൽ പതിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഡ്രീംസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പലർക്കും അതെനിക്കും സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലതും ഞാൻ മറന്നുപോകും. ഹല്ലേലൂയ. നമ്മൾ ഭയങ്കര ഡീപ് സ്ലീപ്പ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവെ, അങ്ങ് തരുന്ന ആ വിഷൻ പ്രഭാതത്തിൽ എനിക്ക് ഓർക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന്. അപ്പം ചിലപ്പോൾ നമ്മുടെ കോൺഷ്യസ് ആയിട്ട് നമ്മളിപ്പം നേരിട്ട് ഒരാളോട്, ഞാൻ ഒരിക്കൽ ഉണർവിനെ കുറിച്ച് ഞാൻ നിങ്ങളോടൊരു, കർത്താവ് എനിക്ക് തന്നൊരു വിഷനെ കുറിച്ച് ഞാൻ ദൈവമക്കളോട് ഷെയർ ചെയ്തായിരുന്നു. അത് കോൺഷ്യസ് മൈൻഡിലാണ്. നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിഷൻ കർത്താവ് തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഇവിടെ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കാര്യം കണ്ണ് തുറന്നിരുന്ന് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കോൺഷ്യസ് മൈൻഡ് കാണിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇവിടെ എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ എസെക്കിയേൽ പ്രവാചകൻ കാണുന്നത്. അതാണ് വിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, കെബാർ നദീതീരത്താണ് ദൈവം ഈ വിഷൻ എസെക്കിയേൽ പ്രവാചകന് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമുക്കറിയാം, അവിടെ യഥാർത്ഥ യഹൂദ ഗ്രഹം അവിടെ ഉണ്ട്, ആ പട്ടണത്തിലുണ്ട്. ലിറ്ററലി അങ്ങനെ ഒരു യഹൂദ ജനം അവിടെ ഉണ്ട്. പക്ഷെ അവർ ബാബിലോണിന്റെ നഗരത്തിലുണ്ട്. ബാബിലോൺ പക്ഷെ എന്താ പറയാ, ചിതറിക്കിടക്കുകയാണ്. നമുക്കറിയാം, ഇവരെല്ലാം അടിമകളാക്കി കൊണ്ടുപോയി ഇവരെല്ലാം ചിതറിക്കിടക്കുകയാണ്. അടിമകളായിട്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സ്ത്രീകളെ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് പോകും, പുരുഷന്മാരെ അങ്ങനെ, കുട്ടികളെ അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് നമ്മളവിടെ എന്താ പറയാ, ചിതറി പല സ്ഥലങ്ങളിലേക്ക് പോകും. ഹല്ലേലൂയ. ഇങ്ങനെ അടിമകളായിട്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ. അപ്പം ഇത് ഒരു അസ്ഥി താഴ്വരയല്ല, ഇതൊരു റിയൽ യഹൂദ ഗ്രഹമാണ്, അവിടെ തന്നെ ഉണ്ട്. അവരെന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളതിന്റെ റിയൽ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അവരവിടെ അടിമ സ്ഥലത്തിരുന്ന് ഇഷ്ടിക ചൂളയിൽ അവർ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രവാചകൻ എന്താണ് അവിടെ കണ്ടത്? ഹല്ലേലൂയ. ഇത് റിയൽ അസ്ഥി താഴ്വര അല്ലെങ്കിൽ ഇതെന്താണ്? അത് ഫിഗറേറ്റീവ് ആണ്, സിംബോളിക് ആണ്. ദാറ്റ് മീൻസ് ഹല്ലേലൂയ, ഇതൊരു ഒരു ഫാമിലി, എന്താ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചിതറി പലയിടത്തായിട്ട് പോയി. ഹല്ലേലൂയ. പക്ഷെ ഇതിനൊരു വലിയൊരു ആത്മീയ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ഒരു വലിയ കാര്യം നിവർത്തിക്കപ്പെടാനുണ്ട്. ഹല്ലേലൂയ. ഈ ഉണങ്ങിയ അസ്ഥിയുടെ മേല് നമുക്കറിയാം, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു കാറ്റ് വീശിയപ്പോൾ അസ്ഥിയോട് കൂട്ടിച്ചേർത്തു, അതിന് ജീവൻ ഉണ്ടായി, അത് എഴുന്നേറ്റ് വലിയ ഒരു സമൂഹമായി തീർന്നു. ഹല്ലേലൂയ. ആരാബ ഷേക്കോ റസി ഖരാബ. ഇത് സംഭവിക്കുന്നത് 712 BC ഇത് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സൈന്യമായി അശീർ ആൾക്കാര് വരികയാണ്. അങ്ങനെ ഒരു ദൂതൻ ഇറങ്ങി 1,80,000 ആൾക്കാരെ അവിടെ മരിച്ചു വീഴുകയാണ്. നമ്മൾ ഈ ഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം. ഹല്ലേലൂയ. ഇത് ലിറ്ററലി നമ്മൾ ഡേവിഡ് റോൾസ് എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റ്, ഹല്ലേലൂയ, അങ്ങനെ ആ
സയന്റിസ്റ്റിന് ഒരു ദൈവത്തിലും വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസങ്ങൾ സത്യമാണോ എന്നറിയാൻ ഈ സയന്റിസ്റ്റ് ഹല്ലേലൂയ ഈ ഇസ്രായേൽ ഹല്ലേലൂയ സ്ഥലത്ത് കുഴിച്ചപ്പോൾ ഹല്ലേലൂയ ഈ 1,85,000 അസ്ഥികളും അവിടെ കണ്ടു. ലിറ്ററലി അസ്ഥി താഴ്വര കണ്ടു. ഹല്ലേലൂയ. അപ്പം വിശുദ്ധ വേദപുസ്തകം നമ്മൾ പൊരുൾ തിരിച്ച് ഇത് പഠിക്കുവാണ്. ഹല്ലേലൂയ. അപ്പം എസെക്കിയേൽ പ്രവചനം എന്താണ് അവിടെ കണ്ടത്? ലിറ്ററലി ഒരു ദർശനമാണ് കണ്ടത്, ഒരു വിഷനാണ് കണ്ടത്. ഇനി നമ്മൾ എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ, അവിടെ നമ്മൾ വായിക്കുന്നത് 47-ാം എസെക്കിയേൽ പ്രവചനം 47-ന്റെ 1, 2, 3 വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും നമുക്ക് വായിക്കാൻ സമയമില്ല. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുപോയി ചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലത്ത് ഭാഗത്ത് കൂടെ ഒഴുകുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. നമുക്കറിയാം എന്താ പറയാ, കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു നദി ഒഴുകുന്നു. ഹല്ലേലൂയ. ഇവിടെ എന്താ പറയാ, ഈ എസെക്കിയേൽ പ്രവാചകൻ കാണുന്ന ദർശനം ഹല്ലേലൂയ ആക്ച്വലി ഇത് വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ എസെക്കിയേൽ പ്രവാചകൻ ഇത് കാണുന്നത്. നമുക്കറിയാം ശലോമോൻ പണിത ആലയം അല്ല ഇത് കാണുന്നത്. ശലോമോൻ പണിത ആലയത്തിന്റെ സ്ട്രക്ചർ അല്ല ഇവിടെ എസെക്കിയേൽ പ്രവാചകൻ കാണുന്നത്. ഹല്ലേലൂയ. എസെക്കിയേൽ കാണുന്ന സ്ട്രക്ചർ അപ്പൊ എന്താണ്? ഇനി വരാനിരിക്കുന്ന യെരൂശലേം ദേവാലയമാണ് അവിടെ എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ കാണുന്നത്. ഇനി ഒരു യെരൂശലേം ദേവാലയം വരണം എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഹല്ലേലൂയ നമുക്കിപ്പോ അറിയാം. ഞാനിപ്പം ആ സ്ഥലം കാണിച്ചു തരാം. പ്രസന്റേഷനിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഈ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെയാണ് ഈ മോസ്കിനെ പറയുന്നത് അൽ അക്സ മോസ്ക് എന്നാണ്. ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഈ മോസ്കിന്റെ അവിടെയാണ് ഹല്ലേലൂയ. ഇപ്പോൾ ഈ മോസ്കിൽ ഇരിക്കുന്ന സ്ഥലത്താണ് യെരൂശലേം ദേവാലയത്തിന്റെ ടെമ്പിൾ വരാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോ അത്? ഹല്ലേലൂയ. ദാറ്റ് മീൻസ് ആ ആലയം ഇതുവരെ പണിതിട്ടില്ല. ഹല്ലേലൂയ. ആ ആലയം പണിയപ്പെടണമെങ്കിൽ അതിനു മുമ്പിൽ നടക്കേണ്ട ചില സംഭവങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ റാപ്ചർ ഓഫ് ദ ചർച്ച് നടക്കണം. 1 തെസ്സലോനിക്കൻസ് 4:16 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 1 തെസ്സലോനിയൻസ് 4:16 നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അപ്പം ഈ റപ്ചർ ഓഫ് ദ ചർച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കപ്പെടും. നമ്മൾ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ അൽ അക്സ ഈ ടെമ്പിളിന്റെ അവിടെ യഹൂദന്റെ ടെമ്പിൾ അവിടെ പണിയാനുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യും. ഹല്ലേലൂയ. ആ 3rd ടെമ്പിളിന്റെ എഗ്രിമെന്റ് ഉണ്ടായി പണി അങ്ങോട്ട് തുടങ്ങി. 3.5 വർഷം കഴിയുമ്പോഴാണ് അടുത്ത അവിടെ അവരൊരു യാഗം കഴിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ റെഡ് ഹൈഫർ എന്ന് പറഞ്ഞൊരു പശുവിനെയാണ് അവര് യാഗത്തിനായി എടുക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കാണാമല്ലോ, ദ റെഡ് ഹൈഫർ എന്ന് പറഞ്ഞ റെഡ് കളറിലുള്ള പശുവിനെയാണ് ആ യാഗത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ.
അപ്പം ഈ റെഡ് ഹെബർ എന്ന പശു അതിനെ കൊന്ന് ചാരമുണ്ടാക്കി അത് വെള്ളത്തിൽ കലക്കിയാണ് യെരൂശലേം ദേവാലയം ശുദ്ധീകരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. നമ്മൾ സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തില് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇസ്രായേൽ ജനം ആലയം ശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവമക്കളെ, ഓൾറെഡി ഈ റെഡ് പശുവിനെ കൊണ്ട് ചാരമുണ്ടാക്കി അവിടെ ഹല്ലേലൂയ ഓൾറെഡി അവർ ആ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് മോശയുടെ കാലത്തിലാണ്, മോശയുടെ കാലം മുതൽ ഇസ്രയേലിന്റെ അവസാനത്തെ ടെമ്പിൾ ഇടിയുന്നത് വരെയും 8 പശുക്കളെ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇതുവരെ ടോട്ടൽ. അപ്പം 1500 വർഷം കൊണ്ട് 8 പശുക്കളെ, ഊനമില്ലാത്ത റെഡ് പശുക്കളെ അവിടെ യാഗം കഴിക്കാനായി വേണം. അതുവരെ ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ ഓൾറെഡി 6 പശുക്കളെ യെരൂശലേമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു, യാഗം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി 2 പശുക്കൾ കൂടി വന്നാ മതി. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഹല്ലേലൂയ. അപ്പൊ റപ്ചർ നടന്നു എന്നിരിക്കട്ടെ, സഭ എടുത്തു കഴിഞ്ഞാൽ എഗ്രിമെന്റ് സൈൻ ചെയ്യും. എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവമക്കളെ, ഈ എന്താ പറയാ, റീകൺസ്ട്രക്ഷൻ തുടങ്ങും. അപ്പൊ അതിനായിട്ട് അവര് കാളക്കിടാവ്, ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റൻ, പൗരോഹിത്യ ശുദ്ധീകരണത്തിനുള്ള കാള, ഇങ്ങനെ ലിസ്റ്റ് ഓഫ് കുറെ കാര്യങ്ങള് അവിടെ അവർ അറുക്കണം അതിനു വേണ്ടിയിട്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യെരൂശലേം ദേവാലയത്തിന്റെ റീകൺസ്ട്രക്ഷന് വേണ്ടി റെഡി ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവര് യാഗപീഠം പണിതു, താമ്രത്തൊട്ടി പണിതു, നിലവിളക്ക് റെഡിയാക്കി, കാഴ്ചയപ്പത്തിന്റെ മേശ റെഡിയാക്കി, ധൂപപീഠം റെഡിയാക്കി, ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി റെഡിയായി. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹല്ലേലൂയ. ആദ്യം തൊട്ട് ഇതാ നോക്കിക്കോളൂ. ഇതാണ് ഇൻസെൻസ് അൽത്താർ എന്ന് പറയുന്നത്. കണ്ടോ, 4 ഹോണുണ്ട് 4 വശത്തും. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുമ്പോ, ഇതാണ് ലാംപ് സ്റ്റാൻഡ്, ഹല്ലേലൂയ, മെനോറ, ഇതാ മോസ്ക്, ഇതാണ് റെഡ് പശുവിനെ അവർ എന്തെങ്കിലും ബ്ലെമിഷ് ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നതാണ്. കാര്യം അവർ യാഗത്തിന് കൊണ്ടുവരുന്ന ചുവന്ന പശുക്കൾക്ക് ഒരു ഊനവും ഉണ്ടാവാൻ പാടില്ല. അതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഒരു ഊനവും ഇല്ലാത്ത എത്രയോ നാളുകളായി ആ യാഗത്തിന് വേണ്ടി ഒരുക്കിയ പശുക്കളെയാണ് അവർ യാഗത്തിനായിട്ട് റെഡിയാക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഹല്ലേലൂയ. അടുത്തത് കണ്ടോളൂ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ഇസ്രായേലിൽ റെഡി ആയി കഴിഞ്ഞ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇനി എന്ത് കൂടി വന്നാൽ മതി? പുരോഹിതൻ അവിടെ യാഗം ആരംഭിക്കാൻ വന്നാ മതി. ഹല്ലേലൂയ. ഈ പുരോഹിതൻ വന്ന് ഈ യാഗം ആരംഭിക്കത്തില്ല. കാരണം നമ്മൾ അറിയുന്നത്, ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത്, മഹാപുരോഹിതനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവർ ഇതുവരെയും അതിന്റെ ഇൻഫർമേഷൻ പുറത്ത് വിട്ടിട്ടില്ല. കാരണം അത് ഈ ജനം എല്ലാം കൂടെ ആ പുരോഹിതനെ കൊന്നുകളെ, അതുകൊണ്ട് ഒന്ന് പുറത്ത് വിട്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ എല്ലാ യാഗങ്ങളും ഇവരെന്താണ്, വരാനിരിക്കുന്ന മശിഹയുടെ പ്രതീകമായിട്ടാണ് ഇവരത് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ മശിഹയുടെ യാഗം നമുക്കറിയാം. 2000 വർഷങ്ങൾക്ക് മുന്നേ കാൽവരി ക്രൂശിൽ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. സകല മാനവരാശിയുടെ പാപക്ഷമയ്ക്കുള്ള ശുദ്ധീകരണം ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ ഒഴുക്കിയ നിർമ്മല നിഷ്കളങ്കമായ നിർദോഷമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഹല്ലേലൂയ സകല ജനത്തിനും പാപമോചനം ഉണ്ട്. ഹല്ലേലൂയ. സകല ജനത്തിനും വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അപ്പൊ ഇനി ഒരു മൃഗവും അറുക്കപ്പെടാൻ പാടില്ല. അത് ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ പർപ്പസ് ആണ്, ദൈവത്തിന്റെ ഡിസയർ ആണ്. ഹല്ലേലൂയ. ഇനി ഒരു മൃഗവും അറുക്കപ്പെടാതിരിക്കാനാണ്
മഷിക, നമ്മുടെ സ്വർഗത്തിലെ കർത്താവായ യേശു ക്രിസ്തു അറുക്കപ്പെട്ടത്. അപ്പൊ സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവ് തീരുമാനിക്കണം അതവിടെ അറുക്കപ്പെടണമോ വേണ്ടയോ എന്ന്. ഇവരിതൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നതിന് മുന്നേ ഹല്ലേലൂയ നമ്മള് റപ്ചർ കഴിയും, നമ്മള് കർത്താവിനോട് കൂടിയായിരിക്കും. പഴയ പാമ്പായ ലൂസിഫറിനെ കർത്താവ് വെട്ടി താഴെയിടും. ഹല്ലേലൂയ. യഹൂദന്മാർ മിശിഹ എന്ന് വിചാരിച്ച് അവർ എതിർ ക്രിസ്തുവിനെ അവർ ഇരട്ടി അഭിഷേകത്തോടെ ഈ ലോകത്തിൽ വന്ന് ഹല്ലേലൂയ സകല നാശങ്ങളും ഉണ്ടാക്കും. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യും? യെരൂശലേം ദേവാലയത്തിന്റെ ഈ പറഞ്ഞ യാഗപീഠത്തിൽ അവൻ പന്നിയെ കൊണ്ട് ഹല്ലേലൂയ പന്നിയുടെ രക്തം അവിടെ ഒഴിക്കുമ്പോൾ മാത്രമാണ് യഹൂദന്റെ കണ്ണ് തുറക്കുന്നത്, ഇതല്ല യഥാർത്ഥ മെശിഹ എന്ന്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കുള്ള കാള റെഡിയായി, യാഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, ദേവാലയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ഹല്ലേലൂയ. ഞാൻ ഇനി ആ കാണിച്ച എല്ലാ കാര്യങ്ങളുടെയും ചെറിയ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമ്മളിവിടെ മെനോറ പ്യൂർ ഗോൾഡ് കൊണ്ടുള്ള മെനോറയുടെ ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ് ആണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കണ്ടത് വിശുദ്ധ മേശയുടെ അപ്പം, അതിലെ 12 അപ്പം നമുക്ക് കാണാം. ഹല്ലേലൂയ. അത് എല്ലാ ശബ്ദത്തിലും അവർ റീപ്ലേസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ റെഡ് ഹൈപ്പർ ഈ റെഡ് പശുവിന്റെ അത് പ്യൂരിഫിക്കേഷൻ, യെരൂശലേം ദേവാലയത്തിന്റെ യാഗത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ പൊടിയും അതിനെ ബേൺ ചെയ്തതിന്റെ പൊടി വെള്ളത്തിൽ കലക്കിയാണ് ആലയം ശുദ്ധീകരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെങ്കിൽ സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. അതുപോലെ ഈ റെഡ് പശുവിനെ എടുക്കുമ്പോൾ അത് ഒരു ദൈവ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അത് വിത്തൗട്ട് ബ്ലെമിഷ് ആയിരിക്കണം. ഹല്ലേലൂയ. ഒരു കാര്യത്തിനും വേറെ ഉപയോഗിക്കാത്തതായിരിക്കണം. അതുപോലെ അത് ചുവന്ന പശുവായിരിക്കണം. ഹല്ലേലൂയ. ഇതിന്റെ ബേൺ ഓഫറിംഗ് ഇല്ലാതെ, അതിന്റെ പൗഡർ കൊണ്ട് ആലയം ശുദ്ധീകരിക്കാതെ ഒരിക്കലും യാഗം നടത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മള് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം നമ്മൾ വായിക്കുമ്പോൾ 9-ാം അധ്യായം 13-ഉം 14-ഉം ഞാൻ വായിക്കാം. ഹല്ലേലൂയ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കളെ, നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്താണ്? കാൽവരി ക്രൂശിൽ കർത്താവ് ഒഴുകിയ രക്തത്താലാണ്. പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? എബ്രായ ലേഖനം 4:15 നമ്മൾ വായിക്കുമ്പോൾ എല്ലാ രീതിയിലും പാപമൊഴികെ സകലത്തിലും എന്റെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. He was without sin. Hallelujah. He was a perfect sacrifice. Hallelujah. ഇവിടെ ഈ യാഗപശുവിനെ, ചുവന്ന പശുവിനെ ഔട്ട്സൈഡ് ദ ക്യാമ്പിൽ കൊണ്ടിട്ടാണ് അവർ അതിനെ എന്താ പറയാ അതിനെ ആ യാഗത്തിനായി ഒരുക്കുന്നത്. എബ്രായ ലേഖനം 13:12 നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് എബ്രായ ലേഖനം 13 ഹല്ലേലൂയ 12-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് തന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി യാഗമായി സമർപ്പിച്ചു. ജീസസ് ഗേവ് എവറിത്തിങ് കംപ്ലീറ്റ്ലി ഫോർ us. ഹല്ലേലൂയ. ഇവിടെ ആഷസ്, അതിന്റെ പൊടി, ഇറ്റ് വാസ് മിക്സ്ഡ് വിത്ത് water for the purification. നമ്മളെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത് യേശു കർത്താവിന്റെ രക്തമാണ്. യേശു കർത്താവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീസസ്, യേശു കർത്താവ് നമ്മുടെ ഇന്റേണൽ ക്ലെൻസിംഗ് ആണ്. നമ്മുടെ ഹാർട്ടിന്റെ, നമ്മുടെ കോൺഷ്യൻസിന്റെ, ഹല്ലേലൂയ, നമ്മുടെ സോളിന്റെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. ഈ യാഗങ്ങൾ പുറമേയുള്ള ഹല്ലേലൂയ ശുദ്ധീകരണം നടത്തുമ്പോൾ നമ്മളെ മുറ്റുമായി അകവും പുറവും ശുദ്ധീകരിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ രക്തം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:21 നമ്മൾ വായിക്കുമ്പോൾ 5:21 ഹല്ലേലൂയ.
പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. റീകാലമസ്യ. നമുക്ക് വേണ്ടി കർത്താവ് പാപമായി തീർന്നു. ഹല്ലേലൂയ. റീമാരസ്യ. ജോൺ 19:34 നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താലും പരിശുദ്ധാത്മാവിനാലും അത്രേ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. സോ ഇസ്രായേൽ is preparing a red heifer for cleansing. പക്ഷേ God has already given the perfect sacrifice, that is Jesus Christ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ അൽത്താർ അവിടെ ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന സുഗ്രാവ്യ യാഗമായി നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ സ്വർഗ്ഗത്തേക്ക് ഉയരണം ദൈവമക്കളെ. So God is waiting for the incense of your heart. ഇങ്ങനെയുള്ള ആലയത്തിലുള്ള ഒന്നിലുമല്ല സ്വർഗ്ഗത്തിലെ കർത്താവ് നമ്മളെ ഹല്ലേലൂയ നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. അതിന്റെ ഫുൾ കവറിങ് ഗോൾഡ് കൊണ്ടാണ്. 4 ഹോൺസ് ഉണ്ട്. നമ്മളത് വർഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു ദിവസം എടുക്കും. അന്ന് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ആ 4 ഹോൺസ് നമ്മൾ ആ ഇൻസെൻസ് അൾട്ടാറിൽ കണ്ട 4 ഹോൺസും ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് പവർ ആൻഡ് പ്രയർ. ഹല്ലേലൂയ. ആ ധൂപം നമ്മളിൽ നിന്ന് എപ്പോഴും ആ സുഗ്രാവ്യ യാഗമായി ഉയരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹോൺസ് ഇൻസെൻസ് അൾട്ടാർ എങ്ങനെ പണിയണമെന്ന് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം നമ്മൾ നോക്കിയാൽ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് 4 കോർണേഴ്സ് വേണം, സ്ക്വയർ ഷേപ്പ് ആയിരിക്കണം. ഹല്ലേലൂയ. മോർണിംഗും ഈവനിങ്ങും അതിൽ നിന്ന് എന്താ പറയാ ധൂപം പൊങ്ങിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. സോ ഇത്രയും കാര്യങ്ങളാണ് ഹല്ലേലൂയ അവർ ഒരുക്കുന്നതും നമ്മൾ ഒരുങ്ങേണ്ടതുമായി പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് കർത്താവ് ഭൂമിയിൽ വന്നിട്ട് നമുക്കറിയാം എന്താ പറയാ ലൂസിഫറെ താഴേക്ക് വിടും, ആന്റിക്രൈസ്റ്റ് വരും. ആന്റിക്രൈസ്റ്റിന്റെ പ്രതിമ ഉണ്ടാക്കി തന്റെ പ്രതിമയെ നമസ്കരിക്കാനായി എല്ലാവരെയും ആഹ്വാനം ചെയ്ത് അവിടെ ഇങ്ങനെ ഒരു മ്ലേച്ഛത ഹല്ലേലൂയ മ്ലേച്ഛ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഹല്ലേലൂയ ഈ യഹൂദന്മാരുടെ കണ്ണ് തുറക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ ഡാനിയൽ 11:31 നമ്മൾ വായിക്കും. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം ഈ മ്ലേച്ഛത കാണുമ്പോൾ ഹല്ലേലൂയ ഒരു സെക്കൻഡ് യെരൂശലേം ദേവാലയത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അവർ പറ്റിക്കപ്പെട്ടു. അവർ തെറ്റായ മശിഹയാണ് അവർ ഹല്ലേലൂയ കാത്തിരുന്ന് അവർക്ക് മനസ്സിലായി യഥാർത്ഥ മശിഹ കർത്താവാണെന്ന്. അവർക്ക് അടുത്ത 3.5 വർഷം ഈ ഓട്ടം അവന്റെ സകല എന്താ പറയാ എല്ലാ രീതിയിലും യഹൂദന്മാർ ചിതറിപ്പോവുകയും ഭയങ്കര ട്രിബുലേഷനിലൂടെ കടന്നു പോകും. അടുത്ത 7 years. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവമക്കളെ നമ്മളെ സ്വർഗ്ഗത്തിലെ കർത്താവിനോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ആനോക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15. ഞാൻ വേഗം നിർത്താം, സമയമായി. ഹല്ലേലൂയ. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെ ഒക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് ഹാനോക്ക് പ്രവചിച്ചത് ഇതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ആ 1000 വിശുദ്ധന്മാരോട് കൂടി യേശു കർത്താവിനോട് കൂടെ വരുന്ന വിശുദ്ധന്മാരിൽ ഒരാൾ നമ്മളുമാണ്. നമ്മളും അതിനോടൊപ്പം ഉണ്ടെന്ന് നോക്കുക. ഹല്ലേലൂയ. സെക്കറിയ പ്രവചനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 12-13 നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ കർത്താവ് ദൈവാലയം പണിതിട്ട് താൻ രാജാവും പ്രവാചകനുമായിട്ട് അവിടെ ഇരിക്കും. നമ്മൾ ഇന്നിപ്പം റാപ്ചർ നടക്കുകയാണെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ മശിഹ തന്നെ സ്വർഗ്ഗത്തിലെ കർത്താവ് തന്നെ ഹല്ലേലൂയ താൻ സ്വന്തമായി ഹല്ലേലൂയ ഒരു ദേവാലയം പണിയും. ആ ദേവാലയത്തിൽ സ്വർഗ്ഗത്തിലെ കർത്താവ് രാജാവും പ്രവാചകനുമായി അവിടെ ഇരിക്കും. ആ തന്റെ സിംഹാസനം അവിടെ വെക്കും. ആ സിംഹാസനം എന്ന് പറയുന്നത് ആ കൃപാസനത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടും. അതാണ് നമ്മൾ എസെക്കിയേൽ 47-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ ഒരു നദി പുറപ്പെടുമെന്ന്. ഈ നദി കിഴക്കോട്ട് ഈസ്റ്റേൺ ഗലീലയിലേക്ക് പോയിട്ട്
താഴേക്ക് വന്ന് യോർദാനിൽ വന്ന് ചേർന്ന് അത് ചാവുകടലിൽ ഈ നദി വന്ന് പതിക്കും. ഹല്ലേലൂയ. ഇപ്പൊ നമുക്കറിയാം ചാവുകടലിലെ വെള്ളം പദ്യമല്ല. ഹല്ലേലൂയ. ഈ വെള്ളം അവിടെ വന്ന് പതിക്കുമ്പോൾ ആ വെള്ളം വന്ന് പതിക്കുമ്പോൾ ആ കയ്പായിരിക്കുന്ന ചാവുകടലിലെ വെള്ളം പദ്യമായി തീരും. ഹല്ലേലൂയ. ഓറിക്കറസ്യ. അപ്പം ഇതിന് ആ 7 വർഷം കഴിയുമ്പോഴാണ് മഷിക പണിയുന്ന ആ ദേവാലയത്തിന്റെ ഹല്ലേലൂയ ആ ഭരണം. അന്ന് നമ്മളും കർത്താവിനോട് കൂടെയുണ്ട് ദൈവമക്കളെ. അന്ന് കർത്താവ് രാജാവ് പുരോഹിതനുമുള്ള ഇരിക്കുമ്പോൾ ഈ നദി പുറപ്പെടുന്നത് നമ്മളിതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് കേട്ടിട്ട് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കൂടെ നമ്മളും ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. മഷിക പണിയുന്ന ആലയത്തിൽ ഹല്ലേലൂയ ലോകത്തിലെ സകല ആൾക്കാരും അവിടെ കർത്താവിനെ നമസ്കരിക്കാൻ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവരും. ഹല്ലേലൂയ. എന്നാൽ ഈ ആദ്യ റപ്ചറിൽ നമ്മൾ എടുക്കപ്പെടുന്ന ദൈവമക്കളെ ഹല്ലേലൂയ. അതിന്റെ വളരെ ആഴമായിട്ടുള്ള കാര്യം ആ ആന്റിക്രൈസ്റ്റ് വന്നിട്ട് കുറെ കാലത്തേക്ക് ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും അറിയപ്പെടും. പക്ഷെ ആ രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ ഈ നമ്മൾ പോയ രക്ഷയുടെ അത്രയും കാര്യങ്ങൾ വരുന്നില്ല. അവരാ മെഷികയിൽ വിശ്വസിച്ച് യേശു കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. പക്ഷെ നമ്മളാണ് മണവാട്ടി ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ ഈ റാപ്ചറിൽ എടുക്കപ്പെടുന്നവരാണ് കർത്താവിന്റെ കൂടെ, ആ മണവാളന്റെ കൂടെ, നിർമ്മല നിഷ്കളങ്ക നിർദോഷമായ ആ കുഞ്ഞാടിന്റെ കൂടെ ഹല്ലേലൂയ കറ ചുളുക്കം മാറ്റം വാട്ടമില്ലാത്ത മണവാട്ടിയായി എന്നേക്കും കർത്താവിന്റെ കൂടെ നമ്മളായിരിക്കും. നമ്മൾ ഈ ട്രിബുലേഷനിൽ ഒന്നും നമ്മൾ കടന്നു പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ റാപ്ചർ വരെ നമ്മൾ എന്തൊക്കെ പ്രതികൂലമുണ്ടെങ്കിലും എന്തൊക്കെ കഷ്ടങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവുണ്ട്. റാപ്ചർ നടന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പോകും ദൈവമക്കളെ. ഉദാല ശാഖാലാഭ നമ്മളെ പണിയാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആത്മാവിനാൽ നമ്മൾ നടക്കുവാണെങ്കിൽ ഹല്ലേലൂയ ആ കർത്താവിന്റെ വരവിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഉയർപ്പ് ലഭിക്കും. ഹല്ലേലൂയ. ഈ വർഷങ്ങളിൽ ആ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. അതിന് വരും ദിവസങ്ങൾ നമ്മൾ വർഷിപ്പിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഈ ഓരോ നമ്മുടെ ഹോളി പ്ലേസിലെ പ്രാകാരത്തില് മോസ്റ്റ് ഹോളി പ്ലേസിലുള്ള ഓരോ കാര്യത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നമ്മുടെ വർഷിപ്പ് ആരാധനയെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത്രയും പരിശുദ്ധാത്മാവ് എന്നെ പറയാൻ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. പ്രസന്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അഭിഷിക്ത ദാസൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം.